8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫ്യൂഡലിസവും മധ്യകാല ലോകവും 11ാമത്തെ ചാപ്റ്ററാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെ തുടർന്ന് മധ്യകാല യൂറോപ്പിൽ നിലവിൽ വന്ന സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം. പൂർവ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. പൂർവ റോമ സാമ്രാജ്യത്തിൻ്റെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു ജസ്റ്റിനിയൻ. കിതാബ് അൽ ഹാവി എന്ന ഗ്രന്ഥം രചിച്ചത് അൽ റാസി. അപ്പോൾ അൽ റാസിയാണ് കിതാബ് അൽ ഹാവി എന്ന ഗ്രന്ഥം രചിച്ചത്. അദ്ദേഹം വൈദ്യശാസ്ത്രത്തിലാണ്. അൽ ഖാനൂൻ ഫിത്വീബ് എന്ന ഗ്രന്ഥം രചിച്ചത് അവിസെന്ന. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഇബ്നു സീന. അദ്ദേഹം വൈദ്യശാസ്ത്രത്തിലാണ്. അൽ ഖാനൂൻ ഫിത്വീബ് എന്ന ഗ്രന്ഥം രചിച്ചത് അവിസെന്നയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഇബ്നു സീന എന്ന് അറിയപ്പെടുന്നുണ്ട്. വൈദ്യശാസ്ത്രത്തിലാണ് അദ്ദേഹം രചിച്ചത്. തഹ്ഗീ കുമാലിൻ ഹിന്ദ് എന്ന ഗ്രന്ഥം രചിച്ചത് അൽ ബിറൂനി, ഭൗമശാസ്ത്രജ്ഞനാണ്. റൂബ ഇയാത്ത് എന്ന ഗ്രന്ഥം രചിച്ചത് ഉമർ ഖയ്യാം, സാഹിത്യമാണ്. അപ്പോൾ ഉമർ ഖയ്യാം സാഹിത്യത്തിലാണ്. റൂബ ഇയാത്ത്. ഷഹനാമ എന്ന ഗ്രന്ഥം രചിച്ചത് ഫിർദൗസി. അപ്പോൾ ഷഹനാമ എന്ന ഗ്രന്ഥം രചിച്ചത് ഫിർദൗസിയാണ്, സാഹിത്യത്തിലാണ്. മംഗോളിയൻ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത് ചെങ്കിസ് ഖാനാണ്. മംഗോളിയൻ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത് ചെങ്കിസ് ഖാനാണ്. ചെങ്കിസ് ഖാൻ്റെ യഥാർത്ഥ പേര് ടെമുജിൻ. എന്താണ് ചെങ്കിസ് ഖാൻ്റെ യഥാർത്ഥ പേര്? ടെമുജിനാണ്. തപാൽ സംവിധാനം ആരംഭിച്ചതും ചെങ്കിസ് ഖാനാണ്. തപാൽ സംവിധാനം അറിയപ്പെട്ടിരുന്ന പേരാണ് യാം. അപ്പോൾ യാം എന്നാണ് തപാൽ സംവിധാനം അറിയപ്പെട്ടിരുന്നത്. യാസ എന്ന പേരിൽ നിയമസംഹിതയ്ക്ക് പേര് നൽകിയത് ചെങ്കിസ് ഖാനാണ്. അപ്പോൾ യാസ എന്ന പേരിൽ നിയമസംഹിതയ്ക്ക് പേര് നൽകിയത് ചെങ്കിസ് ഖാനാണ്. മാലി സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് മൻസ കങ്കൻ മൂസ. ആരാണ്? മൻസ കങ്കൻ മൂസ മാലി സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ്. അതുപോലെ ആസ്റ്റിക്കുകൾ, മായന്മാർ, ഇങ്കകൾ എന്നിവ അമേരിക്കയിൽ നിലനിന്നിരുന്ന രാഷ്ട്ര സമ്പ്രദായമാണ്. അപ്പോൾ ആസ്റ്റിക്കുകൾ, മായന്മാർ, ഇങ്കകൾ, അപ്പോൾ ഇവരെവിടെയാണ്? അമേരിക്കയിൽ നിലനിന്ന രാഷ്ട്ര സമ്പ്രദായമാണ്. ഇനി 12ാമത്തെ പാഠാണ് കാർഷിക മേഖലയും നൂതന പ്രവണതകളും. കൃഷിയിടത്തിൽ ഒരു സമയത്ത് ഒരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് ഏകവിള കൃഷി. ഉദാഹരണം റബ്ബർ, മരച്ചീനി, തേയില. അപ്പോൾ ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്ത് ഒരു വിള മാത്രമേ കൃഷി ചെയ്യുള്ളൂ. അതിനെ നമ്മൾ ഏക കൃഷി എന്നാണ് പറയുന്നത്. റബ്ബർ, മരച്ചീനി, തേയില, അതായത് ഏകവിള എന്നാണ്. അപ്പോൾ ഏകവിളയ്ക്ക് ഉദാഹരണമാണിത് റബ്ബർ, മരച്ചീനി, തേയില. വിളവെടുപ്പ് സമയത്ത് വിളയുടെ വേരോ താഴത്തെ ഭാഗമോ മുറിക്കാതെ അവശേഷിപ്പിക്കുന്നു. വിളവെടുപ്പിന് ശേഷം കൃഷി ചെയ്തിരുന്ന വിള വീണ്ടും ഉണ്ടാകുന്നു. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ചീര, കരിമ്പ്. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ കർഷകരെ സഹായിക്കുന്നതിനുള്ള ഒരു സമീപനമാണ് ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ. അപ്പോൾ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ എന്തിനായിരുന്നു? കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ കർഷകരെ സഹായിക്കുന്നതിനുള്ള ഒരു സമീപനമാണ്. ഏത് ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെയും അവശ്യ ഘടകമായി നൂലും നെയ്ത്തും ഞാൻ കണക്കാക്കുന്നു എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. എന്താണ്? ഏത് ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെയും അവശ്യ ഘടകമായി നൂലും നെയ്ത്തും ഞാൻ കണക്കാക്കുന്നു എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. കയർ മേഖല കഴിഞ്ഞാൽ തൊഴിൽ നൽകുന്ന കാര്യത്തിൽ അടുത്ത സ്ഥാനം കൈത്തറി മേഖലയ്ക്കാണ്. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വനവിഭവങ്ങളുടെയും വിപണനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണ് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വനവിഭവങ്ങളുടെയും വിപണനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണ് നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഓക്കെ, താങ്ക് യു.